ഇന്ന് ലീവായിട്ട് 2-3 കാര്യങ്ങളെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഡ്യൂപ്ലിക്കേറ്റ് കീ അടിക്കാണ്ട്. റൂമിന്റും പിന്നെ അതുപോലെ മെയിൻ ആയിട്ടുള്ള ഡോർ ഉണ്ട്, അതിന്റെ ഒരു കീ അടിക്കാണ്ട്. അപ്പൊ ഞാൻ മാത്രല്ല സക്രിയ ഉണ്ട് കൂടെ. സക്രിയ പോവല്ലേ? ഞാൻ റെഡിയാണ്, എപ്പോഴും റെഡിയാണ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇത് ആദ്യം റെഡിയാക്കണം. അപ്പൊ ഞാൻ സക്രിയയും കൂടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഷോപ്പും തെരഞ്ഞിട്ട്. ഷോപ്പ് അടച്ചിങ്ങനെ നോക്കി നോക്കി എന്തായാലും പോയി നോക്കാം. ഗൈസ് ചെറിയൊരു കൺഫ്യൂസ് ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ആ സൈഡാണോ ഈ സൈഡാന്നുള്ള ചെറിയൊരു ഡൗട്ടിലാണ്. കാരണം കുറെ മുന്നേ വന്നതാണ്. ഇപ്പോൾ നമ്മളെ ഫാമിലി കൂടെ വന്ന് അവർ പോയി റൂം ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പൊ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം 2-3 കീ എടുക്കും. ഒന്ന് മെയിൻ ഡോറിന്റെയും ഒന്ന് റൂമിന്റെ കീ. ഈ രണ്ടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ ഫൈനലി നമ്മൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. സെക്രിയ കാര്യമായിട്ട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താന്ന് ഇപ്പത്തം കിട്ടിയിട്ടില്ല. സംഭവം വളരെ സിമ്പിൾ ആയിരുന്നിട്ടാ. ഇത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ അറിഞ്ഞത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കീ കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടി അവർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റത്തെ പണി കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ആള് അതാരാണ്? മെയിൻ ബ്ലോഗർ ശശിയേട്ടനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ശശിയേട്ടനെ വിളിച്ചിട്ട് നമ്മളൊന്ന് ചെറിയൊരു ഫുഡ് അടി. അപ്പൊ എവിടേക്ക് പോകേണ്ടിയെന്നുള്ള പ്ലാനിങ് ആയിട്ടില്ല. അപ്പൊ കിടന്നു പറഞ്ഞോടാ എന്താണെന്ന് അറിയില്ല, എന്തായാലും അവിടെ പോയി കൊക്കും. അങ്ങനെ നമ്മളെ ശശിയേട്ടൻ എത്തിയിരിക്കുകയാണ്. ആള് ചുള്ളനായി അറിയിക്കണല്ലോ. ഒട്ടും പോസ്റ്റ് ആക്കി നമ്മൾ വിളിച്ച ടൈമിൽ തന്നെ ആളിവിടെ സെറ്റായി റെഡി വന്ന് കണ്ടോ. ഓ ശശിയേട്ടാ അന്ന് ഓഫായിട്ട് എന്താ പരിപാടി? ഇത്ര നേരം എന്തായിരുന്നു പരിപാടി? ഇത്ര നേരം റൂമിലിരുന്ന് 2-3 സിനിമ കണ്ടു. 2-3 സിനിമ ഉണ്ട് ഇരുന്ന് കണ്ട ടിവിയില്. പക്ഷെ ഇപ്പൊ രാത്രി ഇവര് വിളിച്ചപ്പോ നമ്മളൊന്ന് പുറത്തുനിന്ന് പോയിട്ട് അടിച്ചു വിളിച്ചു വരാം. അതാണ് ശശിയേട്ടൻ, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിൽ ശശിയേട്ടൻ ആ സ്പോട്ടിലെത്തും ഏത് ടൈമിലും. യെസ്. ശശിയേട്ടൻ എന്താ ഓർഡർ ചെയ്യണേ? എന്തുപോലെ ഓർഡർ ചെയ്യും? സെക്രിയാക്കി ഇതൊക്കെ കണ്ടിട്ട് ആകെ കൺഫ്യൂസ് ആയിരിക്കും. ഇഷ്ടംപോലെ സാധനം ഉണ്ട്, എന്താ കഴിക്കണേന്നുള്ള ആകെ ഡൗട്ടിലപ്പോ. ചിക്കൻ ഷവായ ഇത് ഒരു തീരുമാനമാവും തോന്നുന്നില്ല കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ പോകാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ശശിയേട്ടൻ പപ്പായും പറഞ്ഞിട്ടുണ്ട്, സക്രിയ പൈനാപ്പിളും പറഞ്ഞിട്ടുണ്ട്, പോരാതെ തന്നെ 3 ഷവർമയും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സൂപ്പുമായി തുടങ്ങി. സൂപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഷവർമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 5-ാമത്തെ സെറ്റ് സാധനമാണ്, സൂപ്പാണ് ശരീരത്തിനല്ല. ശശിയേട്ടൻ എത്രാമത്തെ? 5-ാമത്തെ. എന്ത് എവിടുന്ന് വെറുതെ കിട്ടുന്ന അവിടെ സെക്രിയ ഉണ്ട്. 10 കുടിച്ചിട്ട് ബാക്കി ഇവിടുന്ന് നീച്ചു പോലെ. ശശിയേട്ടൻ ഫുൾ ബിസി ആട്ടാ. ഡിസൈല വെറുതെ റീൽസ് ഇങ്ങനെ നോക്കി അത്രയുള്ളൂ. നല്ല വിശപ്പിട്ടാ. ഒരു ഷവർമ മതി നിനക്ക്. ഒരു ഷവർമയിൽ ഒതുങ്ങാൻ സാധ്യത വളരെ കമ്മിയാണ്. അറിയാ. അപ്പൊ റൂമിന്റെ ഫുഡോ? റൂമിലെ ഫുഡ് എന്ത് ചെയ്യും? ഇപ്പം വിശപ്പുണ്ടെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് അടി കഴിഞ്ഞപ്പോ വയറും മനസ്സൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ശശിയേട്ടാ ഇന്നത്തെ സൺഡേ അങ്ങ് എടുത്തായിരുന്നു. സക്കറിയ ഹാപ്പി അല്ലേ? നമ്മൾ ഫുൾ ഹാപ്പി അല്ലേ?